ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോഡിലൂടെ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ് മ്യൂസിക് ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളും. മത്സര പരീക്ഷയ്ക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കാരണം നമ്മളെ കുഴപ്പിക്കാനായിട്ട് സ്ഥിരം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, സ്ഥിരം കുഴപ്പിക്കാറുമുണ്ട്. എങ്കിൽ ഈ ക്ലാസ്സിൽ നമുക്ക് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നെ പഠിക്കാം സുഹൃത്തുക്കളെ. മ്യൂസിക് ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പ്രധാനമായും 4 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് തടവാദ്യം. ഈ രീതിയിൽ ഓർത്തോളൂ. ആ തടവാദ്യത്തിൽ കമ്പികൾ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ട്രിങ്സ് ഉണ്ടാവും. അതിൽ തട്ടിയാണ് മ്യൂസിക് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി. യെസ്, അത് വിരലുകൾ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബോ ഉണ്ടാവും. വയലിലൊക്കെ കമ്പിയിൽ ആ ബോ വെച്ചിട്ടല്ലേ വായിക്കുന്നത്. വീണയാണെന്നുണ്ടെങ്കിൽ കൈകൾ കൊണ്ട് വായിക്കുമല്ലേ. അപ്പോ ആ കമ്പിയിൽ തട്ടി സൗണ്ട് ജനറേറ്റ് ചെയ്യും എന്ന് ഓർത്തോളൂ. തടവാദ്യങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും സിത്താറ്, സരോദ്, സാരംഗി. 3 സാറുണ്ട്, പിന്നെ 2 വീയുമുണ്ട്. വയലിൻ, വീണ, ഈ രീതിയിൽ ഓർത്താൽ മതി. അപ്പൊ 3 സാറും 2 വീയുമാണ്. സിത്താറ്, സരോദ്, സാരംഗി, പിന്നെ തട്ടി വയലിൽ, വീണ, വീണു എന്ന് വേണമെങ്കിൽ ഓർത്തോളൂ. വയലിൻ, വീണ. എങ്കിൽ അടുത്തത് സുഷിരവാദ്യങ്ങളാണ്. സുഷിരവാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. പുല്ലാങ്കുഴലൊക്കെ ഓർത്താൽ മതി, അതിൽ സുഷിരങ്ങൾ ഉണ്ടാവും. നാദസ്വരവും ഓർത്താൽ മതി. അങ്ങനെ സുഷിരങ്ങൾ ഉള്ള വാദ്യങ്ങളാണ് സുഷിരവാദ്യം. പിന്നെ അവനദ്ധ വാദ്യം. അവനവൻ തന്നെ തട്ടി വായിക്കുന്ന വാദ്യങ്ങൾ ഏതോ അവനദ്ധ വാദ്യം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വന്ന് കാണും. മൃദംഗം, പക്കവാദ്യം ഒക്കെ വന്നിട്ട് അവനദ്ധ വാദ്യത്തിൽ പെടുന്നതാണ്. എങ്കിൽ അടുത്തത് ഘനവാദ്യം. കുറച്ചും കൂടെ സിമ്പിളും നാച്ചുറലും ആയിരിക്കും. അതിന് വലിയ പണികളൊന്നും കാണില്ല. ഈ ഘടമൊക്കെ വന്നിട്ട് അതിന് എക്സാമ്പിൾ ആണ്. ഘടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലം പോലെ ആയിരിക്കും. കച്ചേരിക്കൊക്കെ വന്നിട്ട് ഈ കലം പോലെയൊക്കെ വെച്ചിട്ട് കമിഴ്ത്തി തട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അത് പിന്നെ ചേങ്കില, ഇലത്താളം എന്ന് പറയും. പിന്നെ ഈ ക്ഷേത്രത്തിലെ മണി ഉണ്ടല്ലോ, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തടവാദ്യത്തിൽ നിന്നും ഉള്ള പ്രഗത്ഭരായിട്ടുള്ള മ്യൂസീഷ്യന്മാരാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തോളൂ. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. എങ്കിൽ നമുക്ക് തടവാദ്യമായിട്ടുള്ള വീണയിൽ നിന്ന് തന്നെ തുടങ്ങാം. തട്ടി വയലിൽ വീണു എന്നല്ലേ കണക്ട് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ 3 സാറുമുണ്ട്. അല്ല, വയലിന്, വീണ, ഇതെല്ലാം തടവാദ്യമാണ്. അപ്പൊ വീണയിൽ നിന്ന് ചോദിക്കാറുള്ള പ്രഗത്ഭരായിട്ടുള്ള മ്യൂസീഷ്യന്മാരെ നമുക്ക് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. വീണയുടെ സൗന്ദര്യം ചിട്ടി ബാബുവും ഉസ്താദും ആസ്വദിച്ചു എന്ന് ഓർത്തോളൂ. വീണ നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് എന്ന രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അപ്പൊ വീണയുടെ സൗന്ദര്യം ചിട്ടി ബാബുവും ഉസ്താദും ആസ്വദിച്ചു. നമ്മുടെ എന്തിനും സിനിമയിലെ ചിട്ടി റോബോ ഇല്ലേ, ചിട്ടി റോബോയില് ഐശ്വര്യ റോയുടെ സൗന്ദര്യമാണ് ആസ്വദിക്കുന്നത്. ഇത് അതുപോലെ ചിട്ടി റോബോ അല്ല, ചിട്ടി ബാബു ആണ് എന്നും ഓർത്തോളൂ. നമുക്ക് കണക്ട് ചെയ്യാം. വീണയുടെ സൗന്ദര്യം എന്നാൽ അതിലെ സൗന്ദര്യം എടുക്കൂ, സുന്ദരം ബാലചന്ദ്രനാണ്. ചിട്ടി ബാബു എന്നാൽ ചിട്ടി ബാബു തന്നെയാണ്. പിന്നെ ഉസ്താദും ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. യെസ്, ഉസ്താദ് ആസാദ് അലി ഖാനാണ്. അപ്പൊ ഈസി ആയിട്ട് കണക്ട് ചെയ്യാലോ. വീണയുടെ സൗന്ദര്യം ചിട്ടി ബാബുവും ഉസ്താദും ആസ്വദിച്ചു. സൗന്ദര്യം എന്നാൽ സുന്ദരം ബാലചന്ദ്രൻ, ചിട്ടി ബാബു തന്നെയാണ്. പിന്നെ ഉസ്താദ് ആസ്വദിച്ചു എന്നാൽ ഉസ്താദ് ആസാദ് അലി ഖാനാണ്. ഞാൻ ഇവിടെ എഴുതിയപ്പോഴത്തേക്ക് മാറിപ്പോയി. ദ്വരം വെങ്കടസ്വാമി നായിഡു വന്നിട്ട് വയലിനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ഇങ്ങോട്ട് എഴുതിയപ്പോഴത്തേക്ക് മാറിപ്പോയതാണ്. അപ്പൊ വയലിന് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. ദ്വരം എന്നാൽ ജ്വരം എന്നോർത്തോളൂ. ജ്വരം വന്നാൽ വയലന്റ് ആവും എന്നല്ലേ. അത് വെച്ചിട്ട് വയലന്റ് അല്ല, അത് വയലിനാണെന്നും, ജ്വരം എന്നാൽ ദ്വരം വെങ്കിട്ട സ്വാമി നായിഡു ആണെന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. വയലിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും പറയാം. എങ്കിൽ വയലിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ട മറ്റു വ്യക്തികളെ ആദ്യം ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം. വയലിൽ കുടിച്ചു കിടന്ന മോഹനനെ രാജനാഗം കടിച്ചു എന്ന് ഓർത്തോളൂ. വയലാണ്, വയല്. ഓക്കെ, വയലില് കുടിച്ചു കിടന്ന മോഹനനെ രാജനാഗം കടിച്ചു എന്ന് കണക്ട് ചെയ്യണം. യെസ്, അതിൽ കുടിച്ചു എന്നാൽ ലാൽഗുഡി ഗോപാലൻ അയ്യർ ജയരാമനാണ്. വയലിൽ കുടിച്ചു കിടന്ന മോഹനനെ എന്നാണ് പറഞ്ഞത്. മോഹനൻ എന്നാൽ മോഹനൻ ചന്ദ്രശേഖർ ആണ് എന്ന് ഓർത്തോളൂ. മോഹനെ ആരാണ് കടിച്ചത്? രാജനാഗം കടിച്ചു. യെസ്, രാജ എന്നാൽ ഡോക്ടർ എൻ രാജമാണ്. നാഗം എന്നാൽ നാഗൈ ആർ മുരളീധരനാണ്. അപ്പോ വയലിൽ കുടിച്ച് കിടന്ന മോഹനനെ രാജനാഗം കടിച്ചു എന്നുള്ള രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. വയലിൽ എന്നാൽ വയലിനാണ്. അതിൽ കുടിച്ചു എന്നാൽ ലാൽഗുഡി, അതിലൊരു കുടി ഉണ്ടല്ലോ, ലാൽഗുഡി ഗോപാലൻ അയ്യർ ജയരാമൻ. മോഹനനെയാണ് രാജനാഗം കടിച്ചത്. യെസ്, മോഹൻ എന്നാൽ മോഹനൻ ചന്ദ്രശേഖർ, രാജനാഗം എന്നാൽ ഡോക്ടർ എൻ രാജവും. പിന്നെ
നാഗൈ ആർ മുരളീധരനുമാണ്. ഓക്കെ, എങ്കിൽ ലളിത നന്ദിനി സിസ്റ്റേഴ്സും വയലിനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഫേമസ് ആയിട്ടുള്ള വ്യക്തികളാണ്. വയലിലെ അവസാനത്തെ ലെറ്റർ ലിൻ എന്നല്ലേ വരുന്നത്, അതിൽ ആ എല്ലും എന്നും എടുക്കുക, അത് ലളിത നന്ദിനി സിസ്റ്റേഴ്സ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ വയലിൽ കുടിച്ചു കിടന്ന മോഹനെ രാജനാഗം കടിച്ചത് ലളിത നന്ദിനി സിസ്റ്റേഴ്സ് കണ്ടു എന്നും ജസ്റ്റ് ഓർത്താൽ മതി. എങ്കിൽ ജ്വരം വെങ്കട്ട സ്വാമി നായിഡുവും വന്നിട്ട് വയലിനാണ്. ജ്വരം വരുമ്പോ വയലന്റ് ആകും എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ അല്ലേ. എങ്കിൽ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തടവാദ്യത്തിൽ നിന്നുള്ള സിത്താർ, സരോദ്, സാരംഗി എന്നിവയിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള മ്യൂസീഷ്യന്മാരെയാണ്. തടവാദ്യത്തിൽ 3 സാറ് ഉണ്ട് എന്നാണ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. യെസ്, സിത്താർ, സരോദ്, സാരംഗി, പിന്നെ 2 വിയല് അല്ലെങ്കിൽ തട്ടി വയലിൽ വീണു എന്ന് ഓർക്കാൻ പറഞ്ഞു. അതിൽ വയലിൽ എന്നാൽ വയലിനാണ്, മറ്റത് വീണയാണ്. അത് രണ്ടും നമ്മൾ നോക്കി. എങ്കിൽ നമുക്ക് സിത്താറിലേക്ക് വരാം. സിത്താറിൽ നിന്നും ചോദിക്കാറുള്ള പ്രഗത്ഭരായിട്ടുള്ള ആദ്യത്തെ വ്യക്തി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് രവിശങ്കർ ആണ്. പിന്നെ വിലായത്ത് അലി ഖാനെ കുറിച്ചും സ്ഥിരം ചോദിക്കാറുണ്ട്. പിന്നെ നിഖിൽ ബാനർജിയെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. സിത്താർ എടുത്ത നിഖിലിനെ രവി വിലക്കി, എടുക്കരുത് എന്ന് പറഞ്ഞു. അതിൽ കാര്യമുണ്ട്. സിത്താർ എടുത്ത നിഖിലിനെ രവി വിലക്കി എന്നോർത്തോളൂ. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. സിത്താർ എടുത്ത നിഖിലിനെ എന്നാണ് പറഞ്ഞത്. യെസ്, നിഖിൽ ബാനർജി. വിലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻ ചെയ്യുക എന്നല്ലേ. നിഖിൽ ബാനർജി, അത് വെച്ച് കണക്ട് ചെയ്യണം. രവി എന്നാൽ പണ്ഡിറ്റ് രവിശങ്കർ ആണ്. പണ്ഡിറ്റ് രവിശങ്കർ ആണ്. വിലക്കാനായിട്ടുള്ള പ്രാപ്തിയുള്ള രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പണ്ഡിറ്റ് ആയിരിക്കുമല്ലോ. പണ്ഡിറ്റ് രവിശങ്കർ, ആ ഒരു രീതിയിൽ ഓർത്തോളൂ. രവി വിലക്കി എന്നാൽ വിലായത്ത് ഖാനാണ് എന്നും ഓർത്തോളൂ. അപ്പൊ സിത്താർ എടുത്ത നിഖിലിനെ രവി വിലക്കി. നിഖിൽ ബാനർജി, രവി എന്നാൽ പണ്ഡിറ്റ് രവിശങ്കർ, വിലക്കി എന്നാൽ വിലായത്ത് ഖാൻ. ഓക്കെ, എങ്കിൽ സിത്താറിൽ നിന്ന് ചോദിക്കാറുള്ള മറ്റു വ്യക്തികളെ നമുക്ക് കണക്ട് ചെയ്യാം. അത് ബോളിവുഡിലെ സ്റ്റാർസുമായിട്ട് നല്ല സാമ്യമുള്ള പേരുകളാണ്. ബോളിവുഡിലെ നടന്മാരും നടികളും ഉണ്ടെന്ന് ഓർത്തോളൂ. അപ്പൊ സിത്താർ എന്നാൽ സ്റ്റാർ എന്ന് ഓർത്തോളൂ. സിത്താർ സ്റ്റാർ പോലത്തെ പേരല്ലേ. ബോളിവുഡ് സ്റ്റാർസുമായിട്ട് കണക്ഷൻ ഉണ്ട്. അനൗഷ്ക ശങ്കർ, അനുഷ്ക ശർമ്മ എന്ന് പറയുന്ന പോലത്തെ പേരല്ലേ. യെസ്, അനൗഷ്ക ശങ്കർ. പിന്നെ ഷാഹിദ് പർവേസ്, ഷാഹിദ് കപൂർ സ്റ്റാർ അല്ലേ ബോളിവുഡിലെ. അപ്പൊ അതുപോലത്തെ പേരാണ്. അപ്പൊ അനുഷ്കയുണ്ട്, ഷാഹിദ് കപൂറിന്റെ പേരുമായിട്ട് സാമ്യമുള്ളൊരു വ്യക്തിയുണ്ട്. പിന്നെ ദേബു ചൗധരി. ദേബു ചൗധരി ഞാൻ ഇങ്ങനെയാണ് ഓർക്കുന്നത്. കരീന കപൂറിന്റെ നിക് നെയിം ബേബു എന്നാണ്. അപ്പൊ അതുപോലത്തെ പേരാണ് ദേബു ചൗധരി. അപ്പൊ ആ നിക് നെയിമുമായിട്ട് ബന്ധപ്പെട്ട് അതും ഒരു സ്റ്റാർ ആണ്. എങ്കിൽ ജയ ബിശ്വാസ്, ജയ ബച്ചൻ ആണ് അമിതാഭ് ബച്ചന്റെ ഭാര്യ. അതേപോലത്തെ പേരല്ലേ ജയ ബിശ്വാസ്. പിന്നെ ഷൗജാദ് ഖാൻ, ഷാരൂഖ് ഖാൻ പോലത്തെ പേരല്ലേ. പിന്നെ ഇമ്രാൻ ഖാൻ, പണ്ഡിറ്റ് ഇമ്രാൻ ഖാൻ. അത് ഞാൻ വന്നിട്ട് ആക്ടർ ഇമ്രാൻ ഖാനെ വെച്ചിട്ടാണ് ഓർത്തിട്ടുള്ളത്. ജാനെ തു യാ ജാനേന, ഡൽഹി വില്ലി ആ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടില്ലേ, മറ്റൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, കവി കവി സിന്ദഗി, ആ പാട്ടിലൊക്കെ അഭിനയിച്ച ഇമ്രാൻ ഖാൻ അല്ലേ. അതെ, ആമീർ ഖാന്റെ മരുമകൻ കൂടെയാണ്. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തോളൂ ഇമ്രാൻ ഖാൻ. അപ്പൊ ഇമ്രാൻ ഖാനെ വെച്ചിട്ടും കണക്ട് ചെയ്യണം. എങ്കിൽ രാജീവ് ജനാർദ്ദനും സിത്താർ പ്ലെയർ ആണ് എന്ന് ഓർത്തോളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? ആദ്യം സിത്താർ എടുത്ത നിഖിലിനെ രവി വിലക്കി. യെസ്, സിത്താർ നിഖില് എന്നാൽ നിഖിൽ ബാനർജി, രവി എന്നാൽ പണ്ഡിറ്റ് രവിശങ്കർ, വിലക്കി എന്നാൽ വിലായത്ത് ഖാൻ. വിലക്കാൻ കാരണമുണ്ട്. ഈ സിത്താർ സ്റ്റാറുകളുടേതാണ്, ബോളിവുഡ് സ്റ്റാറുകളുടേതാണ് എന്നോർത്തോളൂ. സിത്താർ സ്റ്റാർ പോലത്തെ പേരല്ലേ. അത് വെച്ചിട്ട് നമുക്ക് അനൗഷ്ക ശങ്കർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അത് അനുഷ്ക ശർമ്മ വെച്ചിട്ട് ഓർക്കാനാണ് പറഞ്ഞത്. ഷാഹിദ് പർവേസ് എന്നാൽ ഷാഹിദ് കപൂർ വെച്ച് കണക്ട് ചെയ്തോളൂ. ദേബു ചൗധരി എന്നാൽ ബേബു കരീന കപൂറിനെ വെച്ച് കണക്ട് ചെയ്തോളൂ. ജയ ബിശ്വാസ് അവരൊരു സ്റ്റാർ ആണ്. അമിതാഭ് ബച്ചന്റെ ഭാര്യ ജയ ബച്ചനെ വെച്ചിട്ട് കണക്ട് ചെയ്യണം. പിന്നെ ഷൗജാദ് ഖാനെ ഷാരൂഖ് ഖാൻ വെച്ചിട്ട് കണക്ട് ചെയ്യണം. ഇമ്രാൻ ഖാൻ വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. എങ്കിൽ അവസാനം രാജീവ് ജനാർദ്ദനൻ. രാജീവ് പറഞ്ഞു അല്ല, ഇത് ജനങ്ങളുടെ സിത്താറാണ്, സ്റ്റാറുകളുടെ അല്ല. ആ ഒരു രീതിയിലും കണക്ട് ചെയ്തോളൂ. അപ്പൊ സിത്താർ സ്റ്റാർ വെച്ചിട്ട് കണക്ട് ചെയ്യൂ. എങ്കില് സരോദുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ആൾക്കാരെ നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു രീതിയിൽ ഓർക്കൂ. സരോദ് എന്നാൽ സരോദ് അലി ക്യൂബ് എന്ന് കണക്ട് ചെയ്യണം. ആ ക്യൂബ് എന്ന് കഴിഞ്ഞാൽ 3 അലിമാരുണ്ട്. സരോദ് അലി ക്യൂബ്. അത് ഏതൊക്കെ അലിമാരാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അംജദ് അലി ഖാന്, പിന്നെ അലി അക്ബർ ഖാൻ, ഹഫീസ് അലി ഖാൻ. അതാണ് ഈ സരോദിലുള്ള 3 അലിമാര്. സരോദ് അലി ക്യൂബ് എന്ന് ഓർത്തോളൂ. അതിൽ അംജദ് അലി ഖാനെ കുറിച്ചിട്ട് സ്ഥിരം ചോദിക്കാറുണ്ട്. സരോദ് സാമ്രാട്ട് എന്നറിയപ്പെടുന്നത് ഈ അംജദ് അലി ഖാൻ ആണ്. ഷോലയിലെ വില്ലന്റെ പേരും അംജദ് അലി ഖാൻ ആണ്. ഗബ്ബർ സിംഗ് എന്ന് പറയും. അരെ ഓ സാമ്പ ആ സിനിമ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരുമായിട്ട് സാമ്യമുള്ള അംജദ് അലി ഖാനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സരോദിലാണ്. സരോദ് അലി ക്യൂബിലുള്ള അംജദ് അലി ഖാനും വന്നിട്ട് ഇതേ സെയിം പേരാണ് എന്നോർത്തോളൂ. അപ്പൊ ആദ്യത്തത് അംജദ് അലി ഖാൻ, അടുത്ത അലി അക്ബർ ഖാൻ, പിന്നെ ഹഫീസ്
അലി ഖാൻ. ഓക്കെ, മറ്റു പേരുകൾ നമുക്ക് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. സരോദ് എന്നാൽ രോദനം എന്നോർത്തോളൂ. രോദനം, വിഷമം അല്ലെ. രോദനം പറയുന്നത് ഒരാൾ രോദനം ആരോടൊക്കെ പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരാൾ രോദനം രാജാവായ താരാനാഥിനോടും സുൽത്താനോടും ബുദ്ധനോടും പറഞ്ഞു എന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, രാജാവായ താരാനാഥ് എന്നാൽ രാജീവ് താരാനാഥാണ്. സുൽത്താൻ എന്നാൽ ഉസ്താദ് സുൽത്താൻ ഖാനാണ്. ബുദ്ധൻ എന്നാൽ ബുദ്ധദേവ് ദാസ് ഗുപ്ത. ആ ഒരു രീതിയിൽ ഓർത്തോളൂ. രോദനം പറയുമ്പോഴത്തേക്കും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. ഒന്ന് രാജാവ്, രാജാവിന്റെ പേരാണ് രാജീവ് താരാനാഥ്. അടുത്തത് സുൽത്താനാണ്, യെസ്, ഉസ്താദ് സുൽത്താൻ ഖാൻ. 3 ബുദ്ധദേവനോടും രോദനം പറഞ്ഞു എന്നോർത്തോളൂ. യെസ്, ബുദ്ധദേവ് ദാസ് ഗുപ്ത. പിന്നെ സരോദ് അലി ക്യൂബ് ഉണ്ട് എന്ന് ഓർത്തോളൂ. അതിൽ ആദ്യത്തെ അലി എന്നാൽ അംജദ് അലി ഖാൻ. ഷോലയിലെ അംജദ് അലി ഖാനെ വെച്ചിട്ട് ഓർത്താൽ മതി. അടുത്തത് അലി അക്ബർ ഖാൻ, പിന്നെ ഹഫീസ് അലി ഖാൻ. ഇതെല്ലാമാണ് സരോദിൽ നിന്നും നോക്കാനായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. എങ്കിൽ ഇനി നമുക്ക് നോക്കേണ്ടത് സാരംഗിയിൽ നിന്നുമുള്ള പ്രഗത്ഭരായിട്ടുള്ള മ്യൂസീഷ്യന്മാരെയാണ്. സാരംഗി എന്നാൽ സാറായി എന്ന് ഓർത്തോളൂ. അതേപോലത്തെ പ്രാസത്തിലുള്ള ഒരു പേരല്ലേ സാരംഗി, സാറായി. കുറച്ചു പേർക്ക് പ്രൊമോഷൻ കിട്ടി, സാറായി മാറി എന്നൊരു കോഡിലൂടെ നമുക്ക് പഠിക്കാം. സുർജിത്തും ഷുക്കൂറും സാറായി, സുൽത്താനും ശബരിയും സാറായി, പിന്നെ രാമനാരായണന്റെ ബന്ധുവും സാറായി. പ്രൊമോഷനിലൂടെ ആ ഒരു രീതിയിൽ ഓർക്കണം. പ്രാസം ഉണ്ടല്ലോ, എല്ലാ സാഷു എന്ന് പറയുന്ന വേർഡുകളാണ്. അപ്പൊ സുർജിത്തും ഷുക്കൂറും സാറായി എന്നാൽ സുർജിത്ത് എന്നാൽ സർജീത് സിംഗ്. സർജീത്ത് സാരംഗി പോലെ അല്ലേ, സർജീത് സിംഗ്. പിന്നെ ഷുക്കൂർ എന്നാൽ ഷാക്കൂർ ഖാൻ, സാരംഗിയുമായിട്ട് ബന്ധപ്പെട്ട പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ സുൽത്താനും ശബരിയും എന്നാൽ യെസ്, ഉസ്താദ് സുൽത്താൻ ഖാനും സാരംഗിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം സരോദിന്റെയും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ രണ്ടിലും ഉണ്ട് എന്നോർത്തോളൂ. അപ്പൊ ഉസ്താദ് സുൽത്താൻ ഖാനും സാരംഗിയാണ്. സുൽത്താനും ശബരിയും എന്നാൽ ഉസ്താദ് സാബ്രി ഖാനും സാരംഗിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. എങ്കിൽ അവസാനം പറഞ്ഞത് രാമനാരായണന്റെ ബന്ധുവും സാറായി എന്നാണ്. യെസ്, പണ്ഡിറ്റ് രാംനാരായൺ. പിന്നെ ബന്ധു എന്നാൽ ഉസ്താദ് ബുന്ധു ഖാനും വന്നിട്ട് സാരംഗിയുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് കണക്ട് ചെയ്യാലോ. അപ്പോൾ തടവാദ്യത്തിൽ നിന്നും നമുക്ക് നോക്കേണ്ട പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെല്ലാം നമ്മൾ നോക്കി. തടവാദ്യം ഏതൊക്കെയാണ്? 3 സാറുണ്ടെന്ന് പറഞ്ഞു. യെസ്, സിത്താർ, സരോദ്, സാരംഗി. പിന്നെ വയലിൻ വീണു എന്നാണ് പറഞ്ഞത്. യെസ്, വയലിൻ വീണ. ഓക്കെ, എങ്കിൽ ഇനി നോക്കേണ്ടത് വിൻഡ് ഇൻസ്ട്രുമെന്റ്, സുഷിര വാദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അസുഷിരത്തിലൂടെ വായിക്കുമ്പോൾ കാറ്റ് വരുമല്ലേ, അതാണ് വിൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കാനായിട്ട് എളുപ്പമുണ്ട്. ഏത് ഇൻസ്ട്രുമെന്റിലാണോ സുഷിരങ്ങൾ ഉള്ളത് അത് വിൻഡ് വാദ്യമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ വായു ഉപയോഗിച്ച് വായിക്കുന്ന വാദ്യങ്ങളായിരിക്കും വിൻഡ് വാദ്യം അല്ലേ. ഫ്ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലാങ്കുഴല്, ബാൻസുരി എന്നും പറയുമല്ലേ. അപ്പോ അത് വന്നിട്ട് അതിൽ സുഷിരങ്ങളുണ്ട്, 7 സുഷിരങ്ങളുണ്ട്. ചോദിച്ചിട്ടുണ്ട് ഇതില് പുല്ലാങ്കുഴലില് എത്ര സുഷിരങ്ങളാണ് ഉള്ളത്. സപ്തസ്വരങ്ങൾ എന്നല്ലേ പറയുന്നത്. അപ്പൊ ആ സപ്തസ്വരങ്ങളും വായിക്കാനായിട്ട് 7 സുഷിരങ്ങളുണ്ട് എന്ന് ഓർത്തോളൂ. അതിലെ വിരലുകൾ കൊണ്ട് വന്നിട്ട് ചലിപ്പിക്കുന്ന, വിരലുകൾ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് 6 സുഷിരവും പിന്നെ വന്നിട്ട് 1 വാ കൊണ്ട് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ 7. ഓക്കെ, എങ്കിൽ നാദസ്വരം അതിലും വന്നിട്ട് സുഷിരമുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ഷെഹനായി, അതിലും സുഷിരങ്ങളുണ്ട്. ലാലിന്റെ ഹണീബിൽ ആ പാട്ട് ഓർത്താൽ മതി. ഷെഹനായി മീട്ടുന്ന പൊന്നെ തവള വെറുക്കണ കൂട്, അങ്ങനെയൊക്കെയാണെന്നാണ് ലിറിക്സ്, എനിക്ക് അറിയില്ല. അപ്പോ ഷെഹനായിയും വന്നിട്ട് ആ ചെറിയ നാദസ്വരം പോലെയാണ്, പി എന്ന് പറയുന്ന പോലെ ആണ് ഷെഹനായി. അതിലും സുഷിരങ്ങളുണ്ട്. പിന്നെ ഹാർമോണിയം, അത് 6-ാം തമ്പുരാനിലെ ലാലേട്ടനെ വെച്ച് ഓർത്തോളൂ. അല്ലേ, അത് നമുക്ക് വഴിയെ കണക്ട് ചെയ്യാം അല്ലെ. അദ്ദേഹം അതിൽ പിയാനോ വായിക്കുന്ന പോലെ ഈ വിശറിയ പോലെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ കാറ്റ് വരും എന്ന് ഓർത്താൽ മതി അതിൽ നിന്നും. അതുകൊണ്ട് തന്നെ അത് വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. മ്യൂസിക് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അപരാധങ്ങളോട് പൊറുക്കൂ. കാരണം കോഡിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. എനിക്ക് ഇതിൽ വലിയ പാണ്ഡിത്യമൊന്നുമില്ല, എന്നാൽ മ്യൂസിക് ആസ്വദിക്കാറുള്ള വ്യക്തിയുമാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ആദ്യം ഫ്ലൂട്ട് അഥവാ ബാൻസുരിയിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ പഠിക്കാം. അത് ഈ ഒരു രീതിയിൽ ആദ്യം കണക്ട് ചെയ്ത് വെക്കൂ. ചൗരസ്യ എന്ന പേര് വന്നു കഴിഞ്ഞാൽ അത് പുല്ലാങ്കുഴലാണ് അഥവാ ഫ്ലൂട്ടാണ് എന്ന് കണക്ട് ചെയ്യണം. പിന്നെ ഈ പന്ന, പ്രസന്ന അങ്ങനത്തെ പേര് വന്നിരുന്നാലും അത് നമുക്ക് പുല്ലാങ്കുഴലോ ഫ്ലൂട്ടോ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാം. അതിന് കാര്യമുണ്ട്. ഈ ഒരു രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. ചൗരസ്യ രസകരമായി ഫ്ലൂട്ട് വായിക്കുന്ന വ്യക്തിയാണ് എന്ന് ഓർക്കണം. ചൗരസ്യ എന്ന പേര് വന്നാൽ തന്നെ രസകരമായി ഫ്ലൂട്ട് വായിക്കും എന്ന്. യെസ്, പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ. ഏത് ഉപകരണമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, ഫ്ലൂട്ട് ആണ് അഥവാ പുല്ലാങ്കുഴല്, ബാൻസുരി എന്നിങ്ങനെ പറയുന്ന വാദ്യവുമായി ബന്ധപ്പെട്ടാണ് പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ. ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചൗരസ്യ കണ്ടാൽ തന്നെ രസകരമായി ഫ്ലൂട്ട് വായിക്കുമെന്ന് കണക്ട് ചെയ്യണം. എങ്കിൽ രാകേഷ് ചൗരസ്യ, വീണ്ടും ചൗരസ്യ വന്നു. രാകേഷ് ചൗരസ്യ വന്നിരുന്നാലും
രസകരമായി ഫ്ലൂട്ട് വായിക്കുന്നു എന്ന് ഓർക്കണം. എങ്കിൽ പണ്ഡിറ്റ് പന്നലാൽ ഘോഷ് പിന്നെ പണ്ഡിറ്റ് രാജേന്ദ്ര പ്രസന്ന, രണ്ടിലൊരു പന്ന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് പന്നയല്ല, പാന എന്നോർത്തോളൂ. ജ്ഞാനപ്പാന വെച്ച് കണക്ട് ചെയ്യാം. ജ്ഞാനപ്പാന എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകൃഷ്ണനെ വെച്ചിട്ടൊക്കെ അല്ലേ, ശ്രീകൃഷ്ണനെ കുറിച്ചിട്ട് പൂന്താനം എഴുതിയതല്ലേ. അപ്പൊ ശ്രീകൃഷ്ണന്റെ ഇൻസ്ട്രുമെന്റ് എന്താണ്? പുല്ലാങ്കുഴല്. കണ്ട് ഞാൻ കൃഷ്ണനെ, ഗോപാലകൃഷ്ണനെ അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ആ പന്ന എന്നാൽ ജ്ഞാനപ്പാന വെച്ചിട്ട് ശ്രീകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള പുല്ലാങ്കുഴലിനെയും വെച്ച് കണക്ട് ചെയ്യണം. പണ്ഡിറ്റ് പന്നലാൽ ഘോഷ്, പണ്ഡിറ്റ് രാജേന്ദ്ര പ്രസന്ന, രണ്ടുപേരെയും ജ്ഞാനപ്പാന വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. രണ്ടിലും ഒരു പാന ഉണ്ടല്ലോ, അങ്ങനെ ഓർക്കണം. അപ്പൊ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ, രാകേഷ് ചൗരസ്യ രസ്യമായി ഫ്ലൂട്ട് വായിക്കും. പണ്ഡിറ്റ് പന്നലാൽ ഘോഷ് പാന എന്നാൽ ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണൻ പുല്ലാങ്കുഴൽ, അങ്ങനെ കണക്ട് ചെയ്യണം. പണ്ഡിറ്റ് രാജേന്ദ്ര പ്രസന്ന, അതിലും ഒരു പാനയുണ്ട്, അതും ജ്ഞാനപ്പാന വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. അപ്പോ പുല്ലാങ്കുഴലിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഇവരൊക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഷെഹനായിയിൽ നിന്നും ചോദിക്കാറുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെയാണ്. നമുക്ക് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം. എങ്കിൽ ആദ്യം ഇത് ഓർത്തോളൂ, ഷെഹനായിയിൽ നിന്നും ചോദിക്കാറുള്ള, സ്ഥിരം പരീക്ഷയിൽ ചോദിക്കാറുള്ള വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസ്മില്ലാ ഖാൻ ആണ്. ബിസ്മില്ലാ ഖാൻ. പിന്നെ ബാക്കിയുള്ള വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആനന്ദ്ലാല്, ഭാഗേശ്വരി ഖമർ, അവര് ഷെഹനായിൽ നിന്നും ചോദിക്കാറുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡി ഫിഗർ ആണ് ഭാഗേശ്വരി ഖമർ. പിന്നെ അലി അഹമ്മദ് ഹുസൈൻ ഖാനും ഉണ്ട് എന്ന് ഓർത്തോളൂ. ഞാൻ ഈ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞാൻ പണ്ട് ഈ ഹണീബിയൊക്കെ സിനിമയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് നാട്ടിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഹോട്ടൽ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോകുന്നത്. അത് ബിസ്മി ഹോട്ടൽ എന്നാണ് പറയുന്നത്. ആ ഹോട്ടലിൽ ഞാൻ സ്ഥിരം പോകുമ്പോഴത്തേക്കും ഈ പാട്ട് കേൾക്കാറുണ്ട്, ഷെഹനായി മീട്ടുന്ന കണ്ണേ. ഓക്കെ, ആ പാട്ട് ആനന്ദത്തോടു കൂടി നടൻ ലാല് പാടിയ പാട്ടാണല്ലേ. അപ്പൊ ആ പാട്ട് ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുമ്പോഴത്തേക്കും ഞാനും വളരെ ആനന്ദത്തോടു കൂടി ഹാപ്പി ആവും. പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഞാൻ ഫുഡ് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് ബാഗിൽ പാഴ്സൽ എടുത്താണ് കൊണ്ടുപോകുന്നത്. അതാണ് എന്റെ ആ ഒരു ഓർമ്മ. അപ്പൊ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഷെഹനായി എന്നാൽ ആ പാട്ട് വെച്ച് ഓർത്തോളൂ, ഷെഹനായി വീട്ടുന്ന പൊന്നെ. ഓക്കെ, അത് ബിസ്മി ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഞാൻ കേട്ടിരുന്നത്. യെസ്, അത് വെച്ചിട്ട് ബിസ്മില്ലാ ഖാൻ ഷെഹനായുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചോളൂ. എങ്കിൽ ആ പാട്ട് പാടിയതാര്? ആനന്ദത്തോടു കൂടി നടൻ ലാലാണ് എന്നാണ് പറഞ്ഞത്. യെസ്, ആനന്ദ് ലാല്. ഷെഹനായി, ആ പാട്ട് വെച്ചിട്ട് കണക്ട് ചെയ്യണം, ആനന്ദ് ലാല്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാനും ഹാപ്പി ആവും. ഫുഡ് ബാഗിൽ പാക്ക് ചെയ്താണ് വീട്ടിലേക്ക് വാങ്ങിയിട്ട് പോണത്. യെസ്, ബാഗ് എന്നാൽ ഭാഗേശ്വരി ഖമർ, അങ്ങനെ കണക്ട് ചെയ്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഈ പാട്ട് ആ സമയത്ത് അവിടെ നിന്ന് ആസ്വദിച്ച് ആ ഫുഡും കഴിക്കാൻ ഭാഗ്യം വേണം എന്നും ഓർത്തോളൂ. അതാണ് ഭാഗേശ്വരി ഖമർ. എങ്കിൽ അലി അഹമ്മദ് ഹുസൈൻ ഖാനും വന്നിട്ട് ഷെഹനായി ആണ്. ഈ കോഡ് നിങ്ങൾക്ക് കണക്ട് ആവുമോ എന്നറിയില്ല. ഇതൊക്കെ നടക്കുന്നത് വന്നിട്ട് ബിസ്മി ഹോട്ടലിന്റെ അകത്തിരുന്ന് ഞാൻ ഫുഡ് കഴിക്കുമ്പോഴാണ്. അതാണ് അഹമ്മദ്, അലി അഹമ്മദ് ഹുസൈൻ ഖാനും ഷെഹനായുമായിട്ട് ബന്ധപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഫിഗർ ആണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഹാർമോണിയവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ തുളസീദാസ് ബോർക്കറും പിന്നെ പണ്ഡിറ്റ് അപ്പ ജൽഗോങ്കറും ആണ് ഹാർമോണിയമായിട്ട് ബന്ധപ്പെട്ട് ഫേമസ് ആയിട്ടുള്ള വ്യക്തികള്. ഞാൻ ഓർത്തിരിക്കുന്ന ഈ ഒരു രീതിയിലാണ്. ആറാം തമ്പുരാൻ സിനിമയിൽ വന്നിട്ട് മഞ്ജു വാര്യർ മുടിയിൽ വന്നിട്ട് തുളസിക്കെതിരൊക്കെ വെച്ചിട്ടല്ലേ ലാലേട്ടൻ പറയുന്നത്, നിങ്ങൾക്ക് സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ലാലേട്ടൻ ബോറായിട്ടാണ് ഹാർമോണിയം വായിക്കുന്നത്. അപ്പൊ അത് വെച്ചും ഞാൻ ഓർക്കാറുണ്ട്. തുളസീദാസ് ബോർക്കർ, ബോറായി വായിക്കുമ്പോൾ തുളസി വെച്ച് മഞ്ജു വാര്യർ വന്നിട്ട് വഴക്ക് പറയുമല്ലേ. യെസ്, തുളസീദാസ് ബോർക്കർ ഹാർമോണിയം ആറാം തമ്പുരാൻ വെച്ച് കണക്ട് ചെയ്യണം. എങ്കിൽ പണ്ഡിറ്റ് അപ്പ ജൽഗോങ്കാറും വന്നിട്ട് ഹാർമോണിയമായിട്ട് ബന്ധപ്പെട്ടതാണ്. മഞ്ജു വാര്യറിന്റെ അപ്പനായിട്ടുള്ള ഒടുവിലുണ്ണി കൃഷ്ണന്റെ കയ്യിൽ നിന്നാണ് അല്ലെ ലാലേട്ടൻ വന്നിട്ട് ഈ സംഭവം വായിക്കുന്നത്. അപ്പോ ഒടുവിലുണ്ണി കൃഷ്ണന്റെ കയ്യിൽ നിന്ന് വന്നിട്ട് ഈ ഹാർമോണിയം വായിച്ചു. അത് വെച്ചിട്ട് മഞ്ജു വാര്യരുടെ അപ്പ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യണം. യെസ്, പണ്ഡിറ്റ് അപ്പ ജൽഗോങ്കാർ വന്നിട്ടും ഹാർമോണിയമാണ്. ഹാർമോണിയം അപ്പ ഒടുവിലുണ്ണി കൃഷ്ണൻ ചേട്ടനാണ് എന്നും ഓർത്തോളൂ. എങ്കില് സന്തൂറുമായി ബന്ധപ്പെട്ട ഫേമസ് ആയിട്ടുള്ള വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷ് ശിവൻ എന്ന് പറയും പോലെ സന്തൂർ ശിവൻ എന്ന് ഓർക്കണം. സന്തൂർ ശിവൻ ചോദിക്കാറുണ്ട് സ്ഥിരം. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് മ്യൂസിക് ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തൂറാണ്. അത് സന്തൂർ ശിവൻ എന്നോർത്തോളൂ. ആ ശിവൻ വെച്ചിട്ട് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയാണ് എന്നും കണക്ട് ചെയ്യണം. അതാണ് സന്തൂർ ശിവൻ. ഹാർമോണിയം ആണെന്നുണ്ടെങ്കിൽ തുളസിക്കതിർ വെച്ച് മഞ്ജു ചേച്ചി വരുമ്പോഴത്തേക്കും ലാലേട്ടൻ ബോറായിട്ട് വായിക്കുമല്ലേ. യെസ്, തുളസീദാസ് ബോർക്കർ. എങ്കിൽ അപ്പൻ ഒടുവിലുണ്ണി കൃഷ്ണൻ ചേട്ടനാണ്. യെസ്, പണ്ഡിറ്റ് അപ്പ ജൽഗോങ്കർ, അത് വെച്ച് കണക്ട് ചെയ്യണം. രണ്ടുപേരും ഹാർമോണിയമാണ്. അപ്പോ സുഷിരവാദ്യങ്ങളിൽ നിന്ന് നമുക്ക് നോക്കേണ്ട പ്രഗത്ഭ വ്യക്തികളെ നമ്മൾ നോക്കിയായിരുന്നു. ഇനി നോക്കാനുള്ളത് അവനദ്ധ വാദ്യങ്ങൾ. അവനദ്ധ വാദ്യങ്ങള് തബല, മൃദംഗം, പക്കാവാസ് അഥവാ പക്ക വാദ്യം. അവനവൻ തന്നെ തട്ടി വായിക്കുന്ന വാദ്യങ്ങൾ അവനദ്ധ വാദ്യം എന്നോർത്തോളൂ. അതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത്
തബലയാണ്. തബല എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്നും ഫേമസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് അല്ലാ രഖാഖാൻ. തബല തബല അതിലൊരു അല്ല ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അല്ലാ രഖാഖാൻ ഉണ്ട് എന്ന് ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ ലെജൻഡ് ആയിട്ടുള്ള സക്കീർ ഹുസൈനെ കുറിച്ചും സ്ഥിരം ചോദിക്കാറുണ്ട്. സക്കീർ ഹുസൈനെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. പണ്ട് ദൂരദർശനില് ഇദ്ദേഹത്തിന്റെ ഒരു തേയിലയുടെ ഒരു പരസ്യമൊക്കെ ഉണ്ട്, തബല തട്ടിയിട്ട് വാ ഉസ്താദ് വാ എന്നൊക്കെ പറയുന്ന. ഓക്കെ, പണ്ട് ആ ദൂരദർശനൊക്കെ ഉപയോഗിച്ചിരുന്ന കാലത്ത് ആ സമയത്ത് ദൂരദർശന്റെ ഒരു ഫേസ് തന്നെയായിരുന്നു അദ്ദേഹം. അത്രയും ഫേമസ് ആണ്, വളരെ ലെജൻഡ് ആയിട്ടൊരു വ്യക്തിയാണ്. അപ്പോ പലർക്കും അറിയാം സക്കീർ ഹുസൈൻ ആരാണ്. അല്ല എന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കൂ, സ്ഥിരം അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ സക്കീർ ഹുസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും മോഹൻലാലിന്റെ പ്രജയിൽ ആ പേരും വന്നിട്ട് സക്കീർ ഹുസൈൻ എന്നല്ലേ, അത് വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്യാറുണ്ട്. അത് വെച്ചിട്ട് ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെയും വരുന്നുണ്ട്, അതാണ് അനോഖ് ലാൽ മിശ്ര, അതും തബലയാണ്. സക്കീർ ഹുസൈൻ അതുപോലത്തെ ഒരു പേര് മോഹൻലാലിനും ഉണ്ടായിരുന്നു പ്രജയില്, അത് വെച്ചിട്ട് ലാലും വരുന്നുണ്ടെന്ന് ഓർത്തോളൂ, അതാണ് അനോഖെ ലാൽ മിശ്ര, അതും തബലയാണ്. എങ്കിൽ തന്മൊയ് ബോസും തബലയാണ്. തന്മൊയ് തബല, തന്മൊയ് തബല, അങ്ങനെ ഒരു പ്രാസം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കണക്ട് ചെയ്യണം. എങ്കിൽ വിക്രം ഘോഷും വന്നിട്ട് തബലയാണ്. ലാലേട്ടന്റെ കൂട്ടായിട്ട് വിക്രമും ഉണ്ട് എന്ന് ഓർത്തോളൂ. വിക്രം ഘോഷും വന്നിട്ട് തബല. തബല എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് തബല, അല്ലാ രഖാഖാൻ, പിന്നെ അദ്ദേഹത്തിന്റെ മകൻ സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ എന്ന് പറയുമ്പോഴത്തെ പ്രജയിലെ ലാലേട്ടന്റെ പേര് വെച്ചിട്ട് ഓർക്കണം, അത് വെച്ചിട്ട് ലാലും പിന്നെ ഒരു നടനായിട്ടുള്ള വിക്രമും ഉണ്ട് എന്ന് ഓർത്തോളൂ. യെസ്, അനോഖെ ലാൽ മിശ്ര, പിന്നെ വിക്രം ഘോഷ്, രണ്ടുപേരും തബലയാണ്. എങ്കിൽ തന്മൊയ് ബോസ്, തന്മൊയ് തബല, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യണം. എങ്കിൽ തബലയിൽ നിന്നും ബാക്കിയുള്ള വ്യക്തികളെ നമുക്ക് ഈ ഒരു രീതിയിൽ ഓർത്തു വെക്കാം. ആനന്ദം വരുമ്പോൾ സ്വപ്ന സുന്ദരി ജ്യോതി തെളിയിച്ച് തബല വായിക്കും എന്ന് ഓർത്തോളൂ. ആനന്ദം വരുമ്പോൾ സ്വപ്ന സുന്ദരി ജ്യോതി തെളിയിച്ച് തബല വായിക്കും, പിന്നെ കൃഷ്ണന്റെ സഭയിലും തബല വായിക്കും. അപ്പൊ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ആനന്ദം എന്നാൽ പണ്ഡിറ്റ് ആനന്ദ് ഗോപാൽ ബന്ദോപാധ്യായാണ്. സ്വപ്ന സുന്ദരി എന്നാൽ പണ്ഡിറ്റ് സ്വപ്ന സുന്ദരി തന്നെയാണ്. ഇങ്ങനെ ജ്യോതി തെളിയിച്ച് തബല വായിച്ചു എന്നാണ് പറഞ്ഞത്. യെസ്, നിഖിൽ ജ്യോതി ഘോഷ്, അതിലൊരു ജ്യോതി ഉണ്ടല്ലോ. എങ്കിൽ കൃഷ്ണന്റെ സഭയിലും തബല വായിച്ചു എന്ന് പറഞ്ഞു. യെസ്, പണ്ഡിറ്റ് കൃഷ്ണൻ മഹാരാജ് തബലയുമായി ബന്ധപ്പെട്ടതാണ്. സഭ എന്നാൽ ഉസ്താദ് സാബിർ ഹുസൈനും വന്നിട്ട് ഇതുമായിട്ട് തബലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് ഓർത്തോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. തബലയായിട്ട് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് തബല, അല്ല ഉണ്ട്, അല്ലാ രഖാഖാൻ, പിന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സക്കീർ ഹുസൈൻ എന്നിവരെയാണ്. എങ്കിൽ ഇനി നമുക്ക് നോക്കേണ്ടതാണ് പക്കാവാച്ച്. പക്കാവാച്ചിൽ നിന്നും മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട 3 വ്യക്തികൾ പണ്ഡിറ്റ് ഭവാനി ശങ്കർ, തോട്ടാറാം ശർമ്മ, നിഷാന്ത് സിംഗ് എന്നിവരെയാണ്. അത് നമുക്ക് ഈ ഒരു രീതിയിൽ ഓർത്ത് വെച്ചിരിക്കാം. പക്കാവാച്ച്, പക്കാവാച്ച്, പക്കാവാദ്യം എന്നാൽ പക എന്ന് ഓർത്തോളൂ. ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് മാസ്റ്റർ സിനിമയിലെ ഭവാനി എന്ന വിജയ് സേതുപതിയുടെ ക്യാരക്ടറിലാണ്. പുള്ളിക്ക് അതിൽ ഭയങ്കര പകയാണ്, അത് വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഭവാനിയെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് നോക്കാം. ഭവാനിയെ തൊട്ട നിഷാന്തിനോട് പക വീട്ടി എന്ന് ഓർത്തോളൂ. ഭവാനിയെ തൊട്ടതാരാണ്? നിഷാന്ത്. സ്വാഭാവികമായിട്ടും പക വീട്ടും. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഭവാനി എന്നാൽ പണ്ഡിറ്റ് ഭവാനി ശങ്കർ. തൊട്ടു എന്നാണ് പറഞ്ഞത്. യെസ്, തോട്ടാറാം ശർമ്മ. ആരോടാണ് പക വീട്ടിയത്? നിഷാന്തിനോട്. യെസ്, നിഷാന്ത് സിംഗ്. അങ്ങനെ കണക്ട് ചെയ്യണം. അത് 3 പേരും പക്കാവാച്ച് അഥവാ പക്കാവാദ്യത്തിൽ നിന്നുള്ള ഫേമസ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ പക എന്ന് വെച്ചിട്ട് വിജയ് സേതുപതിയുടെ ഭവാനി എന്ന ക്യാരക്ടർ വെച്ചിട്ട് ഓർത്തോളൂ. ഭവാനിയെ തൊട്ടാൽ പക വീട്ടും. ആര് തൊട്ടു? നിഷാന്ത് തൊട്ടു. യെസ്, പണ്ഡിറ്റ് ഭവാനി ശങ്കർ, തോട്ടാറാം ശർമ്മ, നിഷാന്ത് സിംഗ് എന്നിവരാണ്. എങ്കില് മൃദംഗം ആണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത്. മൃദംഗത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട പേര് പി മണിയയ്യരുടേതാണ്. പി മണിയയ്യർ ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ രചന സ്വാമിനാഥനും മൃദംഗമാണ് എന്ന് ഓർത്തോളൂ. അത് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്താൽ മതി. മൃദുവായി നടന്നില്ലെങ്കിൽ മണി കേൾക്കും. ഒരാൾ നടക്കുമ്പോഴത്തേക്കും മൃദുവായിട്ടല്ല അയാൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മണി കേൾക്കും എന്ന് ഓർത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ മൃദുവായി മണിയടിക്കണം എന്ന് ഓർത്താലും മതി. അതാണ് പി മണിയയ്യർ. പിന്നെ രചന സ്വാമിനാഥനെ ഞാൻ ആലോചിച്ച് വെച്ചിരിക്കുന്നത് രചന നാരായണൻകുട്ടി വെച്ചിട്ടാണ്. അവര് ഒരു ആക്ടർ മാത്രമല്ല, വളരെ ഫേമസ് ആയിട്ടൊരു ഡാൻസർ കൂടെയാണ്. അപ്പൊ മൃദംഗം തട്ടുമ്പോഴാണ് അവര് ഡാൻസ് കളിക്കുന്നതല്ലേ. അപ്പൊ അത് വെച്ചിട്ട് രചന നാരായണൻകുട്ടിക്കും മൃദംഗത്തിനുള്ള ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. രചന സ്വാമിനാഥനാണ് മൃദംഗം. രചന നാരായണൻകുട്ടി വെച്ചിട്ട് ഓർത്താൽ മതി. എങ്കിൽ ഇനി നോക്കേണ്ടത് ഘടം. ഘടം ഘനവാദ്യമാണ് കേട്ടോ. ഘടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ കലം പോലെ കാണുന്ന സംഭവം തന്നെയാണ്. ഘനവാദ്യമാണ് എന്നോർത്തോളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ നോക്കുന്നതിന് മുന്നേ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തോളൂ. ഘടം എന്നാൽ സങ്കടം എന്നോർത്തോളൂ. അപ്പൊ സങ്കടം ആരോട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിഹരനെ വിനായകനെ എന്ന് വിളിച്ച് സുബ്രഹ്മണ്യനോട് സങ്കടം പറഞ്ഞു എന്ന് കണക്ട് ചെയ്യണം. സങ്കടം പറഞ്ഞത് ഹരിഹര, വിനായക, സുബ്രഹ്മണ്യ എന്ന് വിളിച്ച് കുറെ ആൾക്കാർ എന്നിട്ട് സങ്കടം ബോധിപ്പിച്ചു എന്ന് ഓർത്താൽ മതി. എങ്കിൽ നമുക്ക് ഇതിൽ നിന്നുള്ള ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ കണക്ട് ചെയ്യാം. ഹരിഹര വിനായക എന്നാൽ തെറ്റക്കുടി ഹരിഹര
വിനായകറാം അഥവാ വിക്കു വിനായകറാം ഘടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെയാണ് ഗോഡ് ഓഫ് ഘടം, ഘടത്തിന്റെ ദൈവം എന്ന് അറിയപ്പെടുന്നത്. കാരണം 1991 ആദ്യമായിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ മ്യൂസീഷ്യൻ വന്നിട്ട് ഗ്രാമി അവാർഡ് ഘടത്തിൽ മേടിക്കുന്നത് അത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പ്ലാനറ്റ് ഡ്രം എന്ന ആൽബത്തിനാണ് അദ്ദേഹത്തിന് ഗ്രാമി അവാർഡ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഘടത്തിന്റെ ദൈവം എന്ന് വിക്കു വിനായകൻ അല്ലെങ്കിൽ തെറ്റക്കുടി ഹരിഹര വിനായകറാമാണ് അറിയപ്പെട്ടിരുന്നത്. അതാണ് ഹരിഹര വിനായക എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു എന്ന് കണക്ട് ചെയ്യണം. പിന്നെ EM സുബ്രഹ്മണ്യനും ഘടത്തിൽ നിന്നുള്ള ഫേമസ് ആയിട്ടുള്ള ഫിഗറാണ്. അപ്പൊ സങ്കടം പറഞ്ഞത് ഹരിഹര വിനായക എന്ന് പറഞ്ഞു എന്നും പിന്നെ സുബ്രഹ്മണ്യനോട് പറഞ്ഞു എന്നും കണക്ട് ചെയ്യോ. EM സുബ്രഹ്മണ്യനും ഉണ്ട്, വിക്കു വിനായകറാം അഥവാ തെറ്റക്കുടി ഹരിഹര വിനായകറാം എന്നും ഓർക്കണം. അദ്ദേഹമാണ് ഗോഡ് ഓഫ് ഘടം എന്നും ഓർത്തോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ള എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. ക്ലാസ് റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വിഷ്ണു ജി രഞ്ജൻ. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.